ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 16-ാം അധ്യായം പാപപരിഹാര ദിനത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുക. വർഷത്തിലൊരിക്കലൊരു ദിവസം പാപപരിഹാര ദിനമുണ്ട്. അന്നത്തെ ദിവസം അവർ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. യഹോവയായ ദൈവം മോശ മുഖാന്തരം അഹരോനോട് പറയുന്നു, നിന്റെ 2 പുത്രന്മാർ ദൈവസന്നിധിയിൽ വന്ന് അന്യ അഗ്നിയുമായിട്ട് അവിടെ കയറിയതുകൊണ്ട് അവർ മരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നാദാബും അബീഹുവും നമ്മളിത് നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധയില്ലാതെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുതെന്ന് അഹ്റോനോട് പറയുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. കാരണം അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ തേജസ്സും എപ്പോഴുമുള്ള സ്ഥലമാണ്. അവിടെ വിശുദ്ധിയില്ലാതെയോ ഒന്നും അവിടെ പ്രവേശിക്കാൻ പാടില്ല. പൗരോഹിത്യത്തിലേക്ക് ദൈവം വിളിച്ചവനാണെങ്കിൽ പോലും വാക്കിലും ചിന്തയിലും പ്രവൃത്തികളിലൊക്കെ ഏതു മനുഷ്യനും കുറവുകൾ സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറവുകളോടുകൂടി അവിടെ പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവം പറയുമ്പോഴല്ലാതെ, ദൈവത്തിൻ്റെ അറിയിപ്പുണ്ടാകുമ്പോഴല്ലാതെ ഒരിക്കലും ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് മോശ മുഖാന്തരം അഹ്റോനെ അവിടെ അറിയിക്കുകയാണ്. പിന്നീട് അവിടെ നീ പ്രവേശിക്കുമ്പോൾ നീ ധരിക്കേണ്ടതായ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. അതായത് ചണം കൊണ്ടുള്ളതായ കുപ്പായം, കാൽച്ചട്ട, അരക്കെട്ട്, അതുപോലെ തന്നെ തൊപ്പി, ഇതൊക്കെ ചണം കൊണ്ടുണ്ടാക്കിയതാണ്. കാരണം അത് ഏറ്റവും ലളിതമായ വസ്ത്ര രീതിയാണ്. കാരണം ദൈവസന്നിധിയിൽ വരുമ്പോൾ താഴ്മയും എളിമയും ഉണ്ടാവണമെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ ജനത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ വളരെ മോടിയുള്ള, വളരെ പ്രൗഢഗംഭീരമായ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. അത് ദൈവത്തിൻ്റെ തേജസ് അറിയാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ മുൻപാകെ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് പുരോഹിതൻ ആ മഹത്വ വസ്ത്രം അവിടെ ധരിച്ചിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഏത് പുരോഹിതനും കടന്നു വരുമ്പോൾ താഴ്മയും എളിയവും, അല്ലെങ്കിൽ അവൻ ആ എളിമയുള്ളവനായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മോടിയുള്ള വസ്ത്രമില്ല. അതിന് പകരം ചണം കൊണ്ടുള്ള ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചു വേണം അകത്ത് പ്രവേശിക്കുവാൻ എന്ന കാര്യം പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അത് ധരിക്കുന്നതിന് മുൻപ് ശരീരം വെള്ളം കൊണ്ട് കഴുകണം. 2 ആൺ കോലാടിനെ പാപപരിഹാര ബലിക്ക്, ഒരു മുട്ടാളിനെ ദഹനം ബലിക്കായി നീ കൊണ്ടുവരുവാൻ അഹ്റോനോട് അവിടെ ആവശ്യപ്പെടുകയാണ്. ആദ്യം അഹ്റോൻ ഇത് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും പാപപരിഹാര ബലി, മുട്ടാടിനെ കൊന്ന് പാപപരിഹാര ബലി അവിടെ അർപ്പിക്കണം. സ്വന്തം പാപം നിലനിൽക്കുക ദൈവസ്ഥാനത്തിൽ കയറുവാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനോ പാടില്ല. അത് സാധ്യവുമില്ല. അതുകൊണ്ട് അഹ്റോന് അവന് വേണ്ടി അവന് യാഗമർപ്പിച്ച്, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയുമൊക്കെ യാഗമർപ്പിച്ച് സ്വയശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശിക്കുവാനായിട്ട് അവകാശമുള്ളൂ. അങ്ങനെ എന്നിട്ട് 2 കോലാടുകളെ നീ കൊണ്ടുവരണം. അതിന് ആ കോലാടുകളെ ചീട്ടിട്ട് ഒന്ന് ദൈവത്തിന് വേണ്ടിയും മറ്റൊന്ന് അസലേലിന് വേണ്ടിയും എന്ന് നീ ചീട്ടിടണം. എന്നിട്ട് ദൈവത്തിന് വേണ്ടി എന്ന് ആ ചീട്ട് വീണ ആടിനെ കൊണ്ടുവന്ന് അതിനെ ദഹനബലിയായി അർപ്പിച്ച് ദൈവസന്നിധിയിൽ അതിനെ നീ അർപ്പിക്കണമെന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ തനിക്കും കുടുംബത്തിനുമുള്ള എല്ലാ പാപപരിഹാരത്തിനും വേണ്ടിയും അപ്രകാരം അവിടെ ചെയ്യുകയാണ്. എന്നാൽ അസസ്സേലിനുള്ളതായ ആടിനെ ഇനിയും മരുഭൂമിയിൽ കൊണ്ടുവിടാനുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഇപ്പോൾ യാഗമർപ്പിക്കാൻ പാടില്ല. മറ്റേ ഇതിനെ അഹ്റോന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും യാഗം അർപ്പിക്കണം. അതിനുശേഷം പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിച്ച ശേഷം ധൂപകലശം അവിടെ കൊണ്ടുവരണം. അതിനകത്ത് കുന്തിരിക്കമിട്ട് അത് ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കണം. അത് തിരുശീലയ്ക്കകത്ത് അത് കൊണ്ടുവരേണ്ടതുമാണ്. അതിനുശേഷം 15-ാം വാക്യം നമ്മൾ വരുമ്പോൾ വായിക്കുന്നു, ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം അവിടെ അകത്ത് കൊണ്ടുവന്ന് വിരൽ കൊണ്ട് അവനെ തളിക്കണം.
ഈ ആരാധനയ്ക്ക് വരുന്ന സകല ജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുഴുവൻ പാപപരിഹാരാർത്ഥം അത് ചെയ്യുന്നതാണ്. അത് ആ പാപപരിഹാരമൊക്കെ നടത്തി ആ പുരോഹിതൻ അവിടെ നിന്ന് പുറത്തു വരുന്നിടം വരെയും ആരും സമാഗമന കൂടാരത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ തേജസ് അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു. പിന്നീട് ആ അസലേൽ എന്ന് പറഞ്ഞ് ആ ചീട്ടിട്ട ആ ആടിനെ, വേർതിരിച്ച ആടിനെ കൊണ്ടുവന്ന് അഹറോൻ അതിൻ്റെ മേൽ കൈവച്ച് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ജനത്തിൻ്റെ മുഴുവൻ പാപം അതിൻ്റെ മേൽ ആവഹിക്കണം. അതിനുശേഷം അതിനെ ഒരു പ്രത്യേക ആളിൻ്റെ കയ്യിൽ അതിനെ മരുഭൂമിയിലേക്ക് അതിനെ അങ്ങ് കൊണ്ടുവിടുകയാണ്. അപ്പോൾ 2 ആടിനെയാണ് ഇവിടെ എടുക്കുക. ഒന്നിനെ യാഗമായി അർപ്പിക്കുന്നു. അത് നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴലായി സംഭവിക്കുന്നു. 2 ജനത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് അസലേൽ എന്ന് പറയുന്ന ആടിനെ അതിനെ ഇത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അസലേൽ എന്ന വാക്കിന് അയക്കേണ്ടതിന് എന്നും പൂർണ്ണമായി മാറ്റപ്പെടുക എന്നും അർത്ഥമുണ്ട്. അയക്കേണ്ടതിന് വേണ്ടി വേർതിരിച്ചെന്നും പൂർണ്ണമായി മാറ്റപ്പെടുക എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. അതായത് 2 രീതിയിലാണ് ആ പാപപരിഹാരം. ഒന്നിനെ യാഗമായി അർപ്പിക്കുന്നു, മറ്റിനെ ആ സമൂഹത്തിന് മുഴുവൻ പാപം അതിൻ്റെ തലമേൽ വെച്ച് അതിനെ മരുഭൂമിയിൽ കൊണ്ടുവിടുകയാണ്. ഒന്നുകിൽ തന്നെ പാറക്കെട്ടുകളിൽ നിന്ന് അത് താഴേക്ക് എറിഞ്ഞതിനെ കൊല്ലും, അല്ലെങ്കിൽ അത് മറ്റു മൃഗങ്ങൾ അതിനെ കടിച്ചു കൊല്ലും. എങ്ങനെയായിരുന്നാലും അതിൻ്റെ ജീവനോടെ അവസാനിക്കും. അപ്പോൾ അത് മറ്റുള്ളവരുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് അവൻ ക്രൂശിൽ മരിച്ചതിൻ്റെ സൂചനയായിട്ട് ഈ 2 ആടിനെയും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒന്നിനെ ദൈവത്തിന് വേണ്ടിയും ഇത് മറ്റേതിനെ പാപം ഏറ്റെടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി ഒറ്റപ്പെട്ട് അതിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 23-ാം വാക്യം നമ്മൾ വരുമ്പോൾ, പിന്നീട് അഹറോൻ വിശുദ്ധ വസ്ത്രം ഊരി ശരീരം കഴുകി ദഹനബലി അസലേലിനു വേണ്ടി ആടിനെ കൊണ്ടുപോയവനും അതുപോലെ തന്നെ വസ്ത്രം മാറി അവന് ശരീരം കഴുകി ഇവിടെ വന്ന് പ്രവേശിക്കേണ്ടതാണ്. ഇതിനുശേഷം 29-ാം വാക്യം നമ്മൾ വായിക്കുന്നു. 7-ാം മാസം 10-ാം തീയതി എല്ലാവരും ഉപവസിക്കണം. അന്ന് പാപപരിഹാര ദിനമാണ്. അതിനകത്ത് വിജാതിയൻ ഉൾപ്പെടെ നിന്റെ ഭവനവുമായി ബന്ധപ്പെട്ടുള്ള സകല ആളുകളും അന്നത്തെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആരും മറ്റ് ജോലികളൊന്നും അന്ന് ചെയ്യാൻ പാടില്ല. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഈ പുരോഹിതനും അദ്ദേഹത്തിന് അവരുടെ ജനങ്ങളും എല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുന്നതായ ഒരു ദിവസമായി അന്ന് മാറ്റപ്പെടുകയാണ്. അപ്പോൾ അത് ദൈവസ്ഥാനിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ളതായ ഒരു അവസരമാണ്. ഇവിടെ ഈ ആടുകളെയൊക്കെയും കൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ യാഗമായി അർപ്പിക്കുകയും മരുഭൂമിയിൽ വിടുകയും ചെയ്യുന്നതായ സമയത്ത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ കാൽവറി യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. 2 അവിടെ പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴൊക്കെ ശരീരം കഴുകി വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ ആത്മീയമായ വിശുദ്ധിയാണ്, അത് ആന്തരികമായ വിശുദ്ധിയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്രകാരം വിശുദ്ധിയോടെ ദൈവസ്ഥനിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.